ലോകമൊരു പുതിയ തരത്തിലുള്ള സൂപ്പർ ഹീറോ സിനിമ കണ്ടിരുന്നു. വ്യത്യസ്തമായൊരു സിനിമ, യാഥാർത്ഥ്യത്തിനടുത്തത്, മനുഷ്യനായി തോന്നുന്ന ഒരു ഹീറോയുടെ കഥ. പക്ഷേ അന്ന് പലർക്കും അറിയാത്തൊരു കാര്യവും ഉണ്ടായിരുന്നു. മാർവൽ ഒരു സിനിമ മാത്രമുണ്ടാക്കുന്നില്ലായിരുന്നു. അവർ നിർമ്മിച്ചിരുന്നത് ഒരു മുഴുവൻ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിരുന്നു. സിനിമയുടെ ചരിത്രത്തിൽ അതുവരെ ആരും സീരിയസായി ശ്രമിച്ചിട്ടില്ലാത്തൊരാശയം. അതിൻ്റെ അടുത്ത ഘട്ടം അയൺ മാൻ റിലീസ് ചെയ്തതിന് 5 ആഴ്ചകൾക്കുള്ളിൽ തന്നെ എത്തി. 2008 ജൂൺ 13. ഒരു പുതിയ സിനിമ, ഒരു പുതിയ ഹീറോ, കൂടുതൽ ഇരുണ്ട കഥ. ദി ഇൻക്രെഡിബിൾ ഹൾക്ക്. പക്ഷേ ഈ കഥാപാത്രത്തിന് ഇതിനു മുൻപ് തന്നെ ഒരു പ്രശ്നമുള്ള ചരിത്രമുണ്ടായിരുന്നു. 2003 യൂണിവേഴ്സിൽ പുറത്തിറക്കിയിരുന്നു ഹൾക്ക് എന്ന സിനിമ. ആംഗ്ലിയാണ് അത് സംവിധാനം ചെയ്തത്. സിനിമ വ്യത്യസ്തമായൊരു പരീക്ഷണമായിരുന്നു. പക്ഷേ പ്രേക്ഷകരുടെ പ്രതികരണം കലവറയായിരുന്നു. ചിലർക്കത് ഇഷ്ടമായി, പലർക്കും അത് പ്രതീക്ഷിച്ച രീതിയിലുള്ള സൂപ്പർ ഹീറോ സിനിമയായിരുന്നില്ല. അതിനാൽ മാർവൽ സ്റ്റുഡിയോസ് അവരുടെ പുതിയ യൂണിവേഴ്സ് തുടങ്ങുമ്പോൾ ഒരു കഠിനമായ തീരുമാനമാണ് എടുത്തു. അവർ പഴയ കഥ തുടരില്ല. കഥ വീണ്ടും തുടങ്ങും. ഒരു പുതിയ ഹൾക്ക്, ഒരു പുതിയ ശൈലി, ഒരു പുതിയ തുടക്കം. ഈ തവണ കഥയുടെ കേന്ദ്രം ബ്രൂസ് ബാനർ ഓടിപ്പോകുന്ന ജീവിതമായിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ, അവൻ തന്നെ ഭയക്കുന്നൊരു ശക്തിയാൽ ശപിക്കപ്പെട്ട. അവൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നാൽ, കോപം നിയന്ത്രണം വിട്ടാൽ, അവൻ മാറും ഒരു ഭീകര ശക്തിയായി. ഹൾക്ക്. പാരമ്പര്യമായ ഒറിജിൻ സ്റ്റോറി വീണ്ടും പറയുന്നതിന് പകരം സിനിമ തുടങ്ങുന്നത് അപകടം സംഭവിച്ചു കഴിഞ്ഞ ശേഷം. ബ്രൂസ് ബാനർ ബ്രസീലിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു ചെറിയ സോഡ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. അവൻ ശ്രമിക്കുന്നത് ശാന്തനായി ജീവിക്കാൻ, ഒളിച്ചിരിക്കാൻ, അകത്തുള്ള ഭീകരനെ നിയന്ത്രിക്കാൻ. പക്ഷേ അമേരിക്കൻ സൈന്യം അവനെ തേടുന്നത് ഒരിക്കലും നിർത്തിയില്ല. ജനറൽ തദിയസ് തണ്ടർബോൾട്ട് റോസ്. അവൻ്റെ ലക്ഷ്യം ഒന്നു മാത്രം: ബ്രൂസ് ബാനറിനെ പിടിക്കുക, ഹൾക്കിൻ്റെ ശക്തി സൈനിക ആയുധമായി മാറ്റുക. അങ്ങനെ ഒരു വേട്ട തുടങ്ങുന്നു. നഗരങ്ങളിൽ, രാജ്യങ്ങളിൽ. ഒളിച്ചോടുന്ന ബ്രൂസ് ബാനർ, അവനെ പിന്തുടരുന്ന സൈന്യം. ഓരോ ട്രാൻസ്ഫോർമേഷനും പിന്നാലെ നാശവും ഭീതിയും. ഈ തവണ ബ്രൂസ് ബാനറായി അഭിനയിച്ചത് എഡ്വേർഡ് നോർട്ടൺ, ആഴമുള്ള പ്രകടനങ്ങൾക്കായി പ്രശസ്തനായ ഒരു നടൻ. അവൻ അഭിനയിക്കാൻ മാത്രം വന്നില്ല, സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രമിച്ചു. ബ്രൂസ് ബാനർ ഒരു ട്രാജിക് ക്യാരക്ടറായി തോന്നണം എന്നവൻ ആഗ്രഹിച്ചു. ഒരു ഹീറോ, പക്ഷേ സ്വന്തം ശക്തിയെ തന്നെ ഭയക്കുന്ന മനുഷ്യൻ. ഈ സിനിമയിൽ പിന്നീട് എം സി യുയിൽ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങളെത്തി. ബറ്റി റോസ്, സാമുവൽ സ്റ്റെയിൻസ്, അതിനൊപ്പം ഒരു സൈനികൻ, എമിൽ ബ്ലോൺസ്കി. ബ്ലോൺസ്കി ഒരു മികച്ച യോദ്ധാവായിരുന്നു, പക്ഷേ അവൻ ശക്തിയോട് ആകർഷിതനായി. ഹൾക്കിൻ്റെ ശക്തി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതൊടുവിൽ അവനെ മാറ്റി ഒരു ഭീകരരൂപമായി. അബോമിനേഷൻ. ഹൾക്കിനും അബോമിനേഷനും തമ്മിലുള്ള അവസാന പോരാട്ടം അന്നത്തെ മാർവൽ സിനിമകളിലെ ഏറ്റവും വലിയ ആക്ഷൻ സീക്വൻസുകളിലൊന്നായിരുന്നു. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, കാറുകൾ പറക്കുന്നു, 2 ഭീകരശക്തികൾ നഗരം തകർത്തുകൊണ്ട് ഏറ്റുമുട്ടുന്നു. ബോക്സ് ഓഫീസിൽ അയൺ മാൻ പോലെ വലിയ വിജയമായിരുന്നില്ല ഈ സിനിമ, പക്ഷേ അതിനൊരു വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മാർവൽ പതുക്കെ അവരുടെ വലിയ പദ്ധതിയുടെ കഷണങ്ങൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു. പിന്നീട് സിനിമയുടെ അവസാനം ഒരു പരിചിതനായ മുഖം പ്രത്യക്ഷപ്പെട്ടു. ടോണി സ്റ്റാർക്ക്, റോബർട്ട് ഡൗണി ജൂനിയർ. അവനൊരു ബാറിൽ ജനറൽ റോസിനെ സമീപിക്കുന്നു. അവനൊരു വാചകം മാത്രം പറയുന്നു: "We're putting a team together." ആ നിമിഷത്തിൽ 2 വ്യത്യസ്ത സൂപ്പർ ഹീറോ സിനിമകൾ ഒരേ ലോകത്തിൽ ബന്ധപ്പെട്ടു. ഇതൊരു ചെറിയ ഈസ്റ്റർ എഗ് അല്ലായിരുന്നു, ഇതൊരു വിപ്ലവകരമായ പദ്ധതിയായിരുന്നു. കെവിൻ ഫൈഗിയുടെ ദർശനം ഇപ്പോൾ വ്യക്തമായിരുന്നു. ഓരോ സിനിമയും ഒരു പുതിയ ഹീറോയെ പരിചയപ്പെടുത്തും. ഓരോ കഥയും സ്വതന്ത്രമായിരിക്കും, പക്ഷേ എല്ലാം ചേർന്നാൽ ഒരു വലിയ കഥ രൂപപ്പെടും. അടുത്തതായി വരുന്നത് അയൺ മാനേക്കാൾ ശക്തനായ, ഹൾക്കിനേക്കാൾ അത്ഭുതകരമായ ഒരു കഥാപാത്രം, ഒരു ദൈവം, മറ്റൊരു ലോകത്തിൽ നിന്ന് വന്ന ഒരാൾ. ഒരു ഹാമർ മാത്രം കൊണ്ട് ഇടിമിന്നൽ വിളിപ്പിക്കുന്ന തോർ. പക്ഷേ തോർ എത്തുന്നതിനു മുൻപ് മാർവൽ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ട മറ്റൊരു ഹീറോ ഉണ്ടായിരുന്നു. അവന് സൂപ്പർ പവർ ഒന്നുമില്ല, പക്ഷെ അവനെ പ്രത്യേകമാക്കിയത് അവൻ്റെ സ്വഭാവമായിരുന്നു. ഒരു സൈനികൻ, ഒരു പ്രതീകം. 2ാം ലോകമഹായുദ്ധത്തിൽ ജനിച്ചൊരു ഹീറോ.
അവൻ്റെ പേര് സ്റ്റീവ് റോജേഴ്സ്. ലോകം അവനെ പിന്നീട് അറിയുന്നത് ക്യാപ്റ്റൻ അമേരിക്ക എന്ന പേരിൽ. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാനാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. പക്ഷേ അതിനു മുമ്പ് മാർവലിനൊരു കാര്യം തെളിയിക്കണം. അയറൺ മാൻ്റെ വിജയം ഒരു യാദൃശ്ചിക വിജയം മാത്രമല്ലെന്ന്, അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണെന്ന്. അതോടൊപ്പം ഈ യൂണിവേഴ്സ് കൂടുതൽ വലുതാകാൻ പോകുന്നു.